നമസ്കാരം, എല്ലാവർക്കും ഗാബീസ് വെയറിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. മണ്ണില്ലാത്ത പോട്ട് മിക്സ്, ജൈവവളങ്ങൾ ഉൾപ്പെടെ 10 ഐറ്റംസിൻ്റെ സെയിൽസ് വീഡിയോ ആണ് ഇന്നത്തേത്. ഇതാണ് മണ്ണില്ലാത്ത പോട്ട് മിക്സ്. ഇതിൽ വെർമി കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഈ 4 കൂട്ടങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അഗ്ലോണിമ, കലാത്തിയ, പെറ്റൂണിയ മുതലായ ചെടികൾ നടുവാൻ ഏറ്റവും അനുയോജ്യമാണ് ഇങ്ങനത്തെ പോട്ട് മിക്സ്, മണ്ണില്ലാത്ത പോട്ട് മിക്സ്. ഈ അമ്ലത്വം ഉള്ള മണ്ണിൽ ഈ പെറ്റൂണിയ, കലാത്തിയ, അഗ്ലോണിമ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലൈഫ് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ഇങ്ങനത്തെ പോട്ട് മിക്സ് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. പുതിയ ഷൂട്ട്സൊക്കെ വന്ന് മനോഹരമായി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങൾ വിൽച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് 1 കിലോത്തിൻ്റെ പാക്കറ്റാണ്. 50 രൂപക്കാണ് വിൽക്കുന്നത്. 50 റുപ്പീസ്. ഇത് പെർലൈറ്റാണ്. ഇപ്പം ഗാർഡൻ സോയിൽ ഉപയോഗിച്ച് സ്വന്തമായി പോട്ട് മിക്സൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ റെഡിമെയ്ഡ് പോട്ട് മിക്സ് വാങ്ങാതെ ഗാർഡൻ സോയിൽ ഒക്കെ ഉപയോഗിച്ച് പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിൽ നല്ല പോട്ട് മിക്സ് നല്ല ലൂസായിരിക്കണം. അതുപോലെ നല്ല ഡ്രെയിനേജ് കിട്ടുന്ന രീതിയിൽ എയർ സർക്കുലേഷൻ എല്ലാം കിട്ടണം. അതിനു വേണ്ടിയാണ് ഈ പെർലൈറ്റ് ഉപയോഗിക്കുന്നത്. അത്തരം ചെടികൾക്ക് ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ സെമി ഇൻഡോർ, അഗ്ലോണിമ, കലാത്തിയ അങ്ങനെയുള്ള ചെടികൾക്കെല്ലാം വേണ്ടതാണ്, പെറ്റൂണിയ ഉൾപ്പെടെ. ഇത് ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്, ഇത് 1/4 കിലോത്തിൻ്റെ പാക്കറ്റാണ്. 45 റുപ്പീസിനാണ് വിൽക്കുന്നത്. 45 രൂപ. ഇത് എല്ലുപൊടി, ബോൺ മീൽ. പൂച്ചെടികൾക്ക് പിന്നെ കായകൾ ഉണ്ടാകുന്നതിനൊക്കെ വളരെ നല്ലതാണ്. എല്ലുപൊടി ഫോസ്ഫറസ് ആണ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇത് ചെടിയുടെ വലിപ്പം അനുസരിച്ച് 1 സ്പൂണോ 2 സ്പൂണോ 4 മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ വില, ഇത് 1 കിലോത്തിൻ്റെ പാക്കറ്റ് 40 രൂപയാണ് വില. 40 റുപ്പീസ്. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്, നീം കേക്ക്. വേപ്പിൻ പിണ്ണാക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും എല്ലാത്തിനും ഉപയോഗിക്കാം. ഇതിൽ ചെറിയ രീതിയിൽ NPK ഉണ്ട്. പിന്നെ മറ്റ് സെക്കൻഡറി ന്യൂട്രിയൻസ് ഒക്കെ വളരെ ചെറിയ രീതിയിലുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഫംഗസ് ബാധ തടയുന്നതിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ചെറിയ രീതിയിൽ NPK ഒക്കെ ഉണ്ട് താനും. മാത്രമല്ല ഇതിൽ ലെമണോയിഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല രൂക്ഷഗന്ധം എപ്പോഴും ഉണ്ടായിരിക്കും. ഒറിജിനൽ വേപ്പിൻ പിണ്ണാക്കാണെങ്കിലാണ് ഈ രൂക്ഷഗന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രൂക്ഷഗന്ധം ഉള്ളിടത്ത് പാറ്റ, ചെറിയ തവള, എലി അങ്ങനെയുള്ളതൊന്നും വരില്ല. അപ്പോൾ ഈ രൂക്ഷഗന്ധം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ജീവികൾ മാറിയിരിക്കുകയും ചെയ്യുന്ന കൊണ്ട് പാമ്പിൻ്റെ ശല്യമൊന്നും ഈ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്ന ചെടികൾക്കൊന്നും ഉണ്ടാവില്ല, ആ പ്രദേശത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 5 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 20 ദിവസമൊക്കെ കൂടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മേലിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ വില 1 കിലോത്തിന് 40 രൂപ, 40 റുപ്പീസ്. ഇത് ക്ലേ ബോളാണ്, 1/2 കിലോത്തിൻ്റെ പാക്കറ്റാണ്. ക്ലേ ബോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻഡോർ ചെടികളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മുകളിൽ നല്ല രീതിയിൽ ഓർഡറിലാക്കാനും നല്ല രീതിയിൽ അല്ലെങ്കിൽ അലങ്കരിച്ച് ഒക്കെ വെക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വെള്ളം ഇത് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ളതാണ് ഈ ക്ലേ ബോൾ. മറ്റേ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് മുകളിലൊക്കെ വെച്ചാൽ ഷൂട്ട്സ്, അഗ്ലോണിമ, മറ്റേത് ചെടിയായാലും. ഇതിപ്പോൾ ഇൻഡോർ പാമാണ്. ഈ പാമ്പിനൊക്കെ ഞങ്ങൾ ഇത് വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ഷൂട്ട്സ് വരുന്നതിനൊന്നും യാതൊരു കുഴപ്പം ഉണ്ടാകുകയില്ല. പോട്ട് മിക്സ് ഡ്രൈ ആകുന്നതനുസരിച്ച് ഇതിൽ അബ്സോർബ് ചെയ്ത വെള്ളം സാവകാശം റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഈ ക്ലേ ബോൾ ഉണ്ടാക്കുന്നത്
കളിമണ്ണ് വെള്ളം മിക്സ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു. 1200 സെൻറ്റിഗ്രേഡിന് മേലെ ഫർണസിലിട്ട് ചൂടാക്കുമ്പോൾ ഈ കളിമണ്ണ് ബബിൾസായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഈ ക്ലേ ബോൾ ഉണ്ടാക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് എൻലാർജ്ഡ് ക്ലേ. ഇതിൻ്റെ വില 1/2 കിലോത്തിൻ്റെ പാക്കറ്റാണിത്. 30 റുപ്പീസ്, 30 രൂപക്കാണ് ഞങ്ങൾ വിൽക്കുന്നത്. ഇത് ചാർക്കോള് കരിക്കട്ട, ആന്തൂറിയം ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കരിക്കട്ടയാണ്. ഇത് 1 കിലോത്തിൻ്റെ പാക്കറ്റാണ്. കരിക്കട്ട ഉപയോഗിക്കുന്നത് ഫംഗസ് ബാധ തടയുകയും ചെയ്യും. പിന്നെ വെള്ളം ഒഴിക്കുകയും അതിൽ വളമൊക്കെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഈ കരിക്കട്ട അത് അബ്സോർബ് ചെയ്യും. സാവാസിൻ ചെടിക്ക് അത് റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ വില 1 കിലോത്തിന് 50 രൂപ. ഇത് 1 കിലോത്തിൻ്റെ പാക്കറ്റാണ്, 50 റുപ്പീസ്. ഇത് 1/4 കിലോത്തിൻ്റെ കൊക്കോറ്റിസാണ്. ഇതുപോലെ ആന്തോറിയം ഓർക്കിഡ് ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് 1/4 കിലോത്തിന് 25 രൂപക്കാണ് ഞങ്ങൾ വിൽക്കുന്നത്, 25 റുപ്പീസ്. ഇത് കൗഡങ് ചാണകപ്പൊടി, തണലിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. തണലിൽ ഉണങ്ങിയ ചാണകപ്പൊടി ആകുമ്പോഴാണ് ആ ചാണകത്തിൻ്റെ ശരിയായ ഗുണങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. പ്രൈമറി ന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും ചെറിയ രീതിയിൽ ചാണകത്തിൽ എപ്പോഴും ഉണ്ട്. എല്ലാ ചെടികൾക്കും എപ്പോഴും ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ കൊടുക്കാവുന്നതാണ് ഈ ചാണകപ്പൊടി. ഇതിൻ്റെ വില 1 കിലോത്തിന് 20 റുപ്പീസാണ്, 20 രൂപ. ഇത് 1 കിലോത്തിൻ്റെ പാക്കറ്റാണ്. ഇത് പച്ചക്കക്കപ്പൊടിയാണ്. പച്ചക്കക്കപ്പൊടിയെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അയൺ തുടങ്ങിയ മൂലകങ്ങളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മണ്ണിൻ്റെ അമ്ലത്വം ക്രമീകരിച്ച് pH 6നും 7നും ഇടയിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ പച്ചക്കക്കപ്പൊടി, കടൽ കക്കപ്പൊടി ഉപയോഗിക്കുന്നത്. ഇത് ചെടികൾക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ്, ഡയറക്റ്റായിട്ട് കൊടുക്കാം. കുമ്മായമാണെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്ത് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ എന്തെങ്കിലും ചെടികളോ വിളകളൊക്കെ കൃഷി ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ പച്ചക്കക്കപ്പൊടി ആണെങ്കിൽ നമുക്ക് പോട്ടി മിക്സിൻ്റെ കൂടെ ചേർക്കാം. അതല്ലെങ്കിൽ ചെടികളുടെ പിന്നീട് വളർച്ച കുറേ അനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഒരു 3 മാസം എത്തുമ്പോൾ 10-20 ഗ്രാമൊക്കെ കൊടുത്താൽ മതിയാവും. ചെടിയുടെ വലിപ്പം അനുസരിച്ച് വലിയ ചെടികളൊക്കെ ആണെങ്കിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത് 1 കിലോത്തിൻ്റെ പാക്കറ്റാണ്, 25 റുപ്പീസിനാണ് ഞങ്ങൾ വിൽക്കുന്നത്, 25 രൂപ. ഇത് 1 കിലോത്തിൻ്റെ ഉമി പാക്കറ്റാണ്. ഉമി ഉപയോഗിക്കുന്നത് സാധാരണ പോട്ടി മിക്സിൽ മണ്ണ് ഗാർഡൻ സോയിലൊക്കെ ചേർത്ത് പോട്ടി മിക്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കട്ടിയുള്ള മണ്ണാണെങ്കിൽ അതിന് കുറച്ച് മണ്ണ് ലൂസാകുന്നതിനും അതുപോലെ അത് നല്ല രീതിയിൽ ഡ്രെയിനേജൊക്കെ കിട്ടുന്നതിനാണ് ഈ ഉമി ഉപയോഗിക്കുന്നത്. അത് 1 കിലോത്തിന് 50 രൂപയാണ് ഉപയോഗിക്കുന്നത്. പോട്ടി മിക്സിൻ്റെ 1/3 ഭാഗം ഉമിയെ ചേർത്താൽ മതി. അതല്ലെങ്കിൽ ചകിരിച്ചോറും ചേർക്കാം. പക്ഷേ ചകിരിച്ചോറ് ചേർക്കുമ്പോൾ നല്ല ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് അല്ലെങ്കിൽ ഈ ചകിരിച്ചോറിന് തന്നെ ചെറിയ അമ്ലത്വമുണ്ട്. ആ അമ്ലത്വം കൊണ്ട് തന്നെ കാലക്രമേണ ചെടി നശിച്ചു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചകിരിച്ചോറ് നല്ലതാണോ, ശരിയായ രീതിയിൽ ട്രീറ്റഡ് ആണോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഉമിയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല. 1 കിലോ 50 രൂപക്കാണ് വിൽക്കുന്നത്. എല്ലുപൊടി ഉപയോഗിക്കുമ്പോൾ കുറച്ച് വേപ്പ് പിണ്ണാക്കും കൂടി അത് മേലെ ഇട്ട് കൊടുക്കണം. കാരണം എല്ലുപൊടിയുടെ സ്മെല്ല് കേട്ട് എലി കറുപ്പനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലുപൊടി ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വേപ്പ് പിണ്ണാക്ക് ഉപയോഗിക്കുക. അതിൻ്റെ മേലെ ഇട്ടാണ് വേപ്പ് പിണ്ണാക്കിൻ്റെ സ്മെല്ലായിരിക്കും മേലെ നിൽക്കുന്നത്. ഈ 10 ഐറ്റംസിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ, നേരിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ എറണാകുളം കളമശ്ശേരി പുതിയ റോഡിലുള്ള ഞങ്ങളുടെ നഴ്സറിയിൽ നിന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ്.
അല്ലാത്തവർ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ DTDC കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.